സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി ഏതാണ്? 1 പൈസ നിക്ഷേപമാണ്. 1 പൈസ നിക്ഷേപം ആരാണ് രൂപീകരിച്ചത്? TP ഗോപാലപിള്ളയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട്. പദ്ധതിയുടെ പേര് 1 പൈസ നിക്ഷേപം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19 ആണ്. ജൂൺ 19 തീയതിയാണ് കേരളത്തില് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 19. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. ചെറായി. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. ഇപ്പൊ ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ EMS ആണ്. EMSന്റേതാണ് പ്രഭാതം എന്ന പത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ആയ മലയാളി ആര്? ഇന്ത്യൻ പ്രസിഡന്റ് ആയ മലയാളി KR നാരായണൻ. KR നാരായണൻ. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അടുത്ത ചോദ്യം, കണ്ണിലെ ഏറ്റവും വലിയ അറ. കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ്? വിട്രിയസ് അറയാണ്. വിട്രിയസ് അറയാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ. വിട്രിയസ് അറ. കെരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസി എന്ന ശസ്ത്രക്രിയ ശരീരത്തിന്റെ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ണാണ്. കണ്ണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയയാണ്. കോക്ലിയയാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം. നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ. നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. അടുത്ത ചോദ്യം, അരിമ്പാറയ്ക്ക് കാരണം. അരിമ്പാറയ്ക്ക് കാരണമാകുന്നത് വൈറസ് ആണ്. അരിമ്പാറയ്ക്ക് കാരണം വൈറസ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം. സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ്? ഹൃദയമാണ്. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. ഹൃദയ സ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം. ഹൃദയ സ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. പേസ് മേക്കർ. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസം.
നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ. അസ്ഫിക്സിയ എന്താണ് കാരണം? ശരീരത്തിന് ശരിയായിട്ടുള്ള അളവില് ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. സിറോസിസ് ബാധിക്കുന്നത് കരളിനെയാണ്. പേശികളില്ലാത്ത അവയവം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡുകളാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി, വിറ്റാമിൻ ഡി. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കുഷ്ഠം. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് പെൻസിലിനാണ്. പെനിസിലിനാണ് ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ്? റൈബോസോം. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. മാലിയസ് അസ്ഥിയുടെ ഷേപ്പ് ഏതാണ്? ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യൂമുലസ്. ആൾട്ടോ ക്യൂമുലസ് ആണ് ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. ആൾട്ടോ ക്യൂമുലസ്. 65 വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? 65 വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് വയോമിത്രം. പേര് വയോമിത്രം. എത്ര വയസ്സിന് മീതെയുള്ളവർക്കാണ്? 65 വയസ്സിന്മേൽ പ്രായമുള്ളവർക്കാണ്. 2020 ലോകകപ്പ് ആരംഭിച്ച വർഷം. 2020 ലോകകപ്പ് ആരംഭിച്ച വർഷം 2007 ആണ്. 2007. 2020 ലോകകപ്പ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 2007. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര്. ഏതൊക്കെയാണ്? രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. സാന്ത്വനം പദ്ധതി എന്തിന്റെയാണ്? കുടുംബശ്രീ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക്. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. കറുപ്പ് നിറം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് ചോദിക്കും. ഏത് സംഭവമായിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സംഭവമായിട്ടാണ്. ഇതാര് നൽകിയ മുദ്രാവാക്യമാണ്? ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി.
മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? വായ്പകളുടെ നിയന്ത്രകൻ ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പോ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത്. മ്യൂറൽ പഗോഡ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര വനിതാ ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ ജഡായു നേച്ചർ പാർക്കിലാണ്. ജഡായു നേച്ചർ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജഡായു നേച്ചർ പാർക്കാണ്. ജഡായു നേച്ചർ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ല. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദി. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറ്. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡൈസ്ലേഷ്യ. ഡൈസ്ലേഷ്യ എന്നതാണ് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം. കാൽഷ്യം ഫോസ്ഫേറ്റ്. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു ഏതാണ്? അറ്റ്ലസ് ആണ്. അറ്റ്ലസ്. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. ജലാകിരണം നടക്കുന്ന ഭാഗം. ജലം ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ് ജലാകിരണം നടക്കുന്നത്. ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് ഏതാണ്? ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്കാണ് മുദ്ര ബാങ്ക്. മുദ്ര ബാങ്ക് എന്തായിരുന്നു ലക്ഷ്യം? ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക. ബാങ്ക് മുദ്ര ബാങ്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.